ഹായ്, എൻ്റെ പേര് അഭിനവ്. നമ്മൾ 9ാം ക്ലാസ് ഫിസിക്സിലെ മലയാളം മീഡിയത്തിൻ്റെ ഈ ഹെഡിങ് കൊടുത്തത് ഇംഗ്ലീഷിലൊന്നും നോക്കണ്ട. മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ചെയ്തുകൊണ്ട് വരികയും രണ്ടാമത്തെ ചാപ്റ്ററിലെ 2 പാർട്ടോളം നമ്മൾ തീർത്തിട്ട് ഏകദേശം ടെക്സ്റ്റിൻ്റെ പകുതിയോളം ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെപ്പറേറ്റായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ച ചോദ്യത്തിൻ്റെ ബാക്കി ലാസ്റ്റ് വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് പാർട്ട് 3 ആണ്. നോക്കാം. നമ്മൾ ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചത്. അതിൻ്റെ ബാക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഇപ്പോൾ ത്വരണം എത്ര? അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലാകുന്നു എങ്കിൽ ഈ സന്ദർഭത്തിലെ ത്വരണം എത്ര? മന്ദീകരണം എത്ര? റെഡി? അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന സ്ഥിരം പരിപാടി ആദ്യം തന്നെ ചെയ്തേക്കുക. തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. തന്ന കാര്യങ്ങൾ എടുത്തെഴുതണം. അപ്പോൾ എന്തൊക്കെയാണ് തന്നേ? 2 ക്വസ്റ്റ്യനുകളിൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ ആദ്യം തന്ന കാര്യങ്ങൾ, വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുന്നു അല്ലേ? നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ആദ്യ പ്രവേഗം u0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനാദ്യം പ്രവേഗമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ ആദ്യ പ്രവേഗം. റെഡി? പിന്നെ വേറെന്താ തന്നിട്ടുള്ളത്? ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട്, 5 സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം അല്ലേ? ടൈമാണ് 5 സെക്കൻഡ്. അപ്പോൾ t = 5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. 5 സെക്കൻഡ് 55 5 സെക്കൻഡാണ്. 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. അപ്പോൾ ആദ്യം പ്രവേഗം ഇല്ലായിരുന്നു, പിന്നെ 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗമാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനിയത്തെ ചോദ്യം എന്താ? ഇപ്പോൾ ത്വരണം എത്ര? ഇപ്പോഴുള്ള ത്വരണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ത്വരണം കണ്ടുപിടിക്കാൻ ത്വരണം എ എത്ര എന്നാണ് നമ്മളുടെ ചോദ്യം. എ കണ്ടുപിടിക്കാനുള്ള സമവാക്യം, എ കണ്ടുപിടിക്കാൻ വിയും യുവും ടിയും കയ്യിലുണ്ടെങ്കിൽ എ കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. എ = v - u / t. എല്ലാം തന്നിട്ടുണ്ട്. വി എത്രയാണ്? v10. v 10 ആണ്. 10 - u 0 ആണ്. ഹരിക്കണം ടീൻ്റെ വില നോക്കട്ടെ. t 5 സെക്കൻഡ്. അപ്പോൾ 10ന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 10 തന്നെ. 10/5 എന്ന് വരും. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് ഉത്തരം കിട്ടും. ഇത്ര എഴുതി തീർത്ത് വെക്കരുത്. നമ്മൾ കണ്ടുപിടിച്ചത് എ ആണ്. എ ആക്സിലറേഷൻ, ത്വരണമാണ്. അപ്പോൾ ത്വരണത്തിൻ്റെ യൂണിറ്റ് കൊടുക്കണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഉത്തരം എ = 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ഒരു ബി പാർട്ട് കൂടെ ഉണ്ട്. ബി പാർട്ട് എന്താ ബിയിൽ ചോദിക്കുന്നത്? അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലാകുന്നുവെങ്കിൽ ഈ സന്ദർഭത്തിലെ ത്വരണം എത്ര? മന്ദീകരണം എത്ര? അപ്പോൾ രണ്ടാമത്തെ പാർട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം വസ്തു നിശ്ചലാവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിച്ചു. പിന്നെ ഇനി അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ മേലത്തെ കാര്യം നോക്കണ്ട, ഈ ഒരു സന്ദർഭത്തിലുള്ള മാത്രം നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അവസാനം ലാസ്റ്റ് വസ്തു പോയിട്ട് നിശ്ചലാവസ്ഥയിലാകുക. അങ്ങനെയാണെങ്കിൽ ബി എഴുതി തുടങ്ങാം. അവസാനം നിശ്ചലാവസ്ഥയിലാകുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ പ്രവേഗം, അന്ത്യപ്രവേഗം 0 മീറ്റർ പെർ സെക്കൻഡ് ആകുക എന്നുള്ളതല്ലേ. അതുപോലെ ആ 0 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താനെടുത്ത സമയം ഇതാ ഈ 5 സെക്കൻഡാണ്. അപ്പോൾ t = 5 സെക്കൻഡ്. ഈ നിശ്ചലാവസ്ഥ ആകുന്നതിൻ്റെ മുന്നേ, അതിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള പ്രവേഗം അല്ലെങ്കിൽ വസ്തുവിനുണ്ടായ ആദ്യത്തെ പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ u = 10 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി നമ്മളോടുള്ള ചോദ്യം വീണ്ടും ത്വരണം എത്ര? ത്വരണം എ അല്ലേ? എ = v - u/t തന്നെ, മാറ്റമൊന്നുമില്ല. ഇവിടത്തെ v ശ്രദ്ധിക്കണം. 0 കുറയ്ക്കണം. u 10
0 കുറയ്ക്കണം 10 ഹരിക്കണം t 5 സെക്കൻഡ് തന്നെ. അപ്പോൾ 0 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ -10 എന്നെഴുതാം. -10 ഹരിക്കണം 5. -10നെ 5 കൊണ്ട് ഹരിച്ചാൽ മൈനസ് മാറ്റി വെച്ചിട്ട് 10നെ 5 കൊണ്ട് ഹരിക്കുക 2 എന്ന് കിട്ടൂലേ. ഇനി ആ മൈനസ് ഇന്നോട് ചേർത്ത് വെച്ചാൽ മതി. -2 മീറ്റർ പെർ സെക്കൻഡ്. -2 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ത്വരണം അല്ലേ, നമ്മൾ കണ്ടുപിടിച്ചത് ത്വരണമാണ്. അവസാനം കിട്ടിയ നോക്ക്, ത്വരണത്തിൻ്റെ കൂടെ നോക്ക് ഒരു മൈനസും കൂടെ ഉണ്ടല്ലേ. മൈനസ് നെഗറ്റീവ് ത്വരണത്തിനെ വിളിക്കുന്ന പേരാണ് മന്ദീകരണം. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മന്ദീകരണം എത്ര? മന്ദീകരണം ഇതാ 2 മീറ്റർ പെർ സെക്കൻഡ്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് ശ്രദ്ധിക്കണേ, എന്നോട് മാറിപ്പോയതോ പോട്ടെ. അപ്പോൾ ആൻസർ കിട്ടി. നമ്മൾ കണ്ടുപിടിച്ച് വന്നത് ത്വരണമാണ്. അപ്പോൾ ചെയ്തു വന്നപ്പോൾ നോക്കുമ്പോൾ നെഗറ്റീവ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് ത്വരണത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് മന്ദീകരണം. റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് 2 സെക്കൻഡ് കൊണ്ട് നിർത്തുന്നു. വാഹനത്തിൻ്റെ മന്ദീകരണം എത്ര? കണ്ടുപിടിക്കേണ്ടത് മന്ദീകരണമാണ്. മന്ദീകരണം തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി നോക്കാം. 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രവേഗം u 5 മീറ്റർ പെർ സെക്കൻഡ്. ഈ വാഹനം ബ്രേക്ക് ചെയ്താൽ അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ പ്രവേഗം മെല്ലെ 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 കുറഞ്ഞ് വരും. അങ്ങനെ കുറഞ്ഞ് 2 സെക്കൻഡ് കൊണ്ട് ഈ വാഹനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആകുന്നു, നിർത്തുന്നു. അങ്ങനെ നിർത്താനെടുത്ത സമയം എന്ന് പറയുന്നത് t = 2 സെക്കൻഡും വണ്ടി നിന്ന് കഴിഞ്ഞാൽ വാഹനം സ്റ്റോപ്പായി കഴിഞ്ഞാലുള്ള പ്രവേഗം, വാഹനത്തിൻ്റെ അന്ത്യപ്രവേഗം, അവസാനമുള്ള പ്രവേഗം 0 മീറ്റർ പെർ സെക്കൻഡും. നിശ്ചലാവസ്ഥയിലേക്ക് പോയതല്ലേ, അപ്പോൾ അന്ത്യപ്രവേഗം 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ശരി, ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിലുള്ളൂ. ബാക്കി ഇനി വാഹനത്തിൻ്റെ മന്ദീകരണം എത്ര എന്നുള്ളതാണ് ചോദ്യം. വാഹനത്തിൻ്റെ മന്ദീകരണം കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ത്വരണത്തിൻ്റെ അതേ സംഗതി തന്നെ ചെയ്താൽ മതി. കാരണം നെഗറ്റീവ് ത്വരണമാണ് മന്ദീകരണം. അപ്പോൾ എഴുതി തുടങ്ങാം. നമുക്കറിയുന്ന ആകെ ഒരു ഇക്വേഷൻ v-u/t ചെയ്താൽ ത്വരണം കിട്ടുമല്ലോ. ഇപ്പുറത്തേക്ക് മാറ്റി എഴുതട്ടെ. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 0, കുറയ്ക്കണം u തന്നിട്ടുണ്ട് u 5 ഹരിക്കണം t തന്നിട്ടുണ്ട് 2. അപ്പോൾ സമം എന്തെഴുതാം? 0 നിന്ന് 5 കുറച്ചാൽ -5/2. -5/2 എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ മൈനസ് മാറ്റി വെക്കുന്നു. 5/2 ചെയ്യുക 2.5. പിന്നെ നേരത്തെ മാറ്റി വെച്ച മൈനസും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നോക്കാം. -2.5 എന്ന് കിട്ടും. യൂണിറ്റ് വേണം. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റെഡി. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൻ്റെ രണ്ടാം സെക്കൻഡിലെ പ്രവേഗം നോക്ക്. രണ്ടാം സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡും 4-ാം സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡും ആയാൽ ഇതിൻ്റെ ത്വരണം എത്ര? മന്ദീകരണം എത്ര? 8-ാം സെക്കൻഡിലെ പ്രവേഗം എത്ര? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് എടുത്തെഴുതാം. നോക്ക്, 2-ാം സെക്കൻഡിൽ ഇയാളുടെ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡ്. 4-ാം സെക്കൻഡിൽ ഇയാളുടെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ്. റെഡി. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ത്വരണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ത്വരണം കണ്ടുപിടിക്കാൻ ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും വേണം. അത് നമ്മുടെ കയ്യിലുണ്ട്. അതേസമയം ഇവിടെ ഈ പ്രവേഗമാറ്റത്തിനെടുത്ത സമയം കൂടി ആവശ്യമുണ്ട്. ഈ പ്രവേഗമാറ്റത്തിനെടുത്ത സമയം 4 സെക്കൻഡിലേക്ക് എത്തി. എവിടെ നിന്ന് എത്തിയത്? 2 സെക്കൻഡിൽ നിന്ന് 4 സെക്കൻഡിലേക്ക് എത്തി. അപ്പോൾ 2-ൽ നിന്ന് 4-ലേക്ക് എത്താൻ ടോട്ടൽ 2 സെക്കൻഡ് സമയമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ സമയം എന്നും പറഞ്ഞ് എഴുതുമ്പോൾ ഈ 2 സെക്കൻഡ് എടുക്കുമോ 4 സെക്കൻഡ് എടുക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. 4 - 2 = 2 സെക്കൻഡാണ് നമ്മുടെ സമയമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി തന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പോൾ 2-ാം സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യ പ്രവേഗം u = 40 മീറ്റർ പെർ സെക്കൻഡ്.
നാലാം സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡ്. നാലാം സെക്കൻഡിലെ പ്രവേഗം അതായത് വി സമം 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അതിനെടുത്ത സമയം രണ്ടാം സെക്കൻഡിൽ നിന്ന് നാലാം സെക്കൻഡിലേക്ക് എത്തിയത്. അപ്പോൾ ടി സമം 4 - 2 സമം 2 സെക്കൻഡ്. ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതിയിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ഷോർട്ടാക്കി എഴുതുന്നുണ്ട്. 2 സെക്കൻഡ്. സ്ഥലം പോകണ്ടാലോ. 2 സെക്കൻഡ്. ഇനി ഇവിടുത്തെ ത്വരണം എത്ര? ത്വരണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. എ സമം വി മൈനസ് യു ബൈ ടി. വി എന്ന് പറയുന്നത് 30 മൈനസ് യു 40 ബൈ ടി. ടി എത്രയാ? 2. 30 40 കുറച്ചാൽ -10. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -10 ബൈ 2. -10നെ 2 കൊണ്ട് ഹരിച്ചാൽ മൈനസ് മാറ്റി വെക്കുന്നു. 10നെ 2 കൊണ്ട് ഹരിക്കുക 5 എന്ന് ഉത്തരം കിട്ടും. ഇനി മാറ്റി വെച്ച മൈനസിനോട് ചേർത്ത് കൊടുക്കാം. -5. ആൻസർ നമുക്ക് കണ്ടുപിടിച്ചത് ത്വരണമാണ് എ ആണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ത്വരണം. ത്വരണം കിട്ടിയത് -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. മന്ദീകരണം നോക്കി. നെഗറ്റീവ് ത്വരണത്തിനെയാണ് നമ്മൾ മന്ദീകരണം എന്ന് വിളിക്കുന്നത്. കിട്ടിയ ഉത്തരത്തിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പിന്നെ മന്ദീകരണത്തിനായിട്ട് വേറെ സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ബാക്കിയുള്ള ചോദ്യം നോക്കി. 8ാം സെക്കൻഡിലെ പ്രവേഗം എത്ര? 8ാം സെക്കൻഡിലുള്ള പ്രവേഗമാണ് കണ്ടുപിടിക്കേണ്ടത്. 8ാം സെക്കൻഡിലെ പ്രവേഗം. ഇനി നമുക്ക് വേണ്ടത് മന്ദീകരണം എത്ര? 8ാം സെക്കൻഡിലെ പ്രവേഗം. ശരി, 8ാം സെക്കൻഡിലെ പ്രവേഗം. 8ാം സെക്കൻഡിലെ പ്രവേഗം എന്ന് വെച്ചാൽ അവസാനത്തെ പ്രവേഗം. നേരത്തെ കാര്യങ്ങളായിട്ട് ഇനി ബന്ധമില്ല, വലിയ ബന്ധമൊന്നും കാണിക്കണ്ട. ശരി, നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം ഒന്ന് എഴുതി വെക്കുക. അവസാനം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക ത്വരണം എ സമം -5 മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിച്ചു. പിന്നെ 8ാം സെക്കൻഡിലെ പ്രവേഗം എത്ര എന്നാണ് ചോദിച്ചത്. 8ാം സെക്കൻഡിലെ പ്രവേഗം നോക്കിയോ. ഈ 8ാം സെക്കൻഡിലേക്ക് എത്തിയത് 4ാം സെക്കൻഡിനാണ്. 4ാമത്തെ സെക്കൻഡ് ഇവിടെ ഇതാ 4ാം സെക്കൻഡിലേനോ ആദ്യമുള്ള 4ാമത്തെ സെക്കൻഡിൽ നിന്ന് 8ാമത്തെ സെക്കൻഡിലേക്ക് എത്തി എന്ന് വെച്ചാൽ ഇവിടെ ആകെ സമയത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് 4 സെക്കൻഡ് സമയമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. സമയം, ഇവിടത്തെ സമയം ടി സമം അവസാനമുള്ള 8ാം സെക്കൻഡ് കുറയ്ക്കണം നേരത്തെ ഉണ്ടായ 4ാം സെക്കൻഡ് സമം 8ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 8ൽ നിന്ന് 4 കുറച്ചാൽ 4 സെക്കൻഡ്. ഇനി ഈ 4 സെക്കൻഡിലേക്ക് 8ാം സെക്കൻഡിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേയുള്ള പ്രവേഗം, അതിനെ നമുക്ക് ആദ്യ പ്രവേഗമായിട്ട് പരിഗണിക്കാം, യു ആയിട്ട് പരിഗണിക്കാം. അത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. നേരത്തെ 30 മീറ്ററിനാണ് നമ്മൾ വി ആയിട്ട് എടുത്തത്. അത് 4ാം സെക്കൻഡിലേക്കുള്ളതാണ്. ഇത് 8ാം സെക്കൻഡ്. ഇവിടുത്തെ അവസാനം എന്ന് പറയുന്നത് 8ാം സെക്കൻഡാണ്. അപ്പോൾ ശ്രദ്ധിച്ചേക്കണം. എന്താണ് ഇവിടെ യു എന്ന് പറയുന്നതാണ് 30 മീറ്റർ പെർ സെക്കൻഡായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ്. അപ്പോൾ എയും ടിയും യുവും വിയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും സമവാക്യം ഉണ്ടോ എന്നുള്ള പരിശോധിച്ചാൽ മതി. നമുക്കറിയുന്ന ഒരു സമവാക്യമുണ്ട്. എ സമം വി മൈനസ് യു ബൈ ടി. എ സമം വി മൈനസ് യു ബൈ ടി. ശരി, ഇതിൻ്റെ ഒക്കെ വില ഇവിടെ കൊടുത്തേച്ചാൽ മതി. വേറൊരു പേജ് എടുത്തിട്ട് കൊടുക്കാം. എ സമം വി മൈനസ് യു ബൈ ടി. എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് -5. അല്ലെങ്കിൽ വി കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ പഠിച്ച ഒരു സമവാക്യമുണ്ട്. വി സമം യു പ്ലസ് എ ടി. ഇത് നേരെ അങ്ങ് കൊടുത്തേച്ചാലും മതി. ഇതാണ് കറക്റ്റ് മെത്തേഡ്. വി സമം യു പ്ലസ് എ ടി. യു ഇപ്പോൾ കിട്ടി 30 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് എ എന്ന് പറയുന്നത് -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഗുണിക്കണം ടി എന്ന് പറയുന്നത് 4 സെക്കൻഡ്. ഇനി ആദ്യം ഈ ഗുണിക്കുന്ന ഭാഗം ചെയ്തിട്ടാണ് ബാക്കിയുള്ളതിലേക്ക് പോകാം. ബോർഡ് മാസ് റൂൾ അല്ലേ. അപ്പോൾ 30 കൂട്ടണം -5നെ 4 കൊണ്ട് ഗുണിക്കുക. 5നെ 4 കൊണ്ട് ഗുണിക്കുക 20. ഇനി ആ -1 ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ -20. 30 കൂട്ടണം -20, അതായത് 30 കുറയ്ക്കണം 20. ഇതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ, 30 കുറയ്ക്കണം 20. 30 20 കുറച്ചാൽ 10. അപ്പോൾ നമ്മുടെ ആൻസർ വി അല്ലേ കണ്ടുപിടിച്ചത്. അന്ത്യപ്രവേഗം വി ആണ് കണ്ടുപിടിച്ചത്. വിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. 10 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മുടെ ആൻസർ വരിക. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ചോദ്യം, ഇനിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഇങ്ങനെ കുറേ സാധനം എഴുതി വെച്ച കണ്ടാൽ അങ്ങ് കിട്ടിയിട്ടുണ്ട് എന്ന് വരില്ല. നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തു അതിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും ആയി. ഈ സമയ ഇടവേളയിൽ കണ്ടോ, ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്ര? കണ്ടുപിടിക്കേണ്ടത് സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഈ വസ്തു 2 സെക്കൻഡിൽ നിന്ന് 6 എത്തി. 2 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡിലേക്ക് എത്തി എന്ന് വെച്ചാൽ അവിടെ സമയത്തിലുണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ അതിനെടുത്ത സമയം എന്ന് പറയുന്നത് 2 നിന്ന് 6 അതായത് 4 സെക്കൻഡ്. എങ്ങനെ കിട്ടി? ഇതാ 6 നിന്ന് 2 കുറച്ചു 4 സെക്കൻഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമയം ടി സമം T2 രണ്ടാമത്തെ സമയം കുറയ്ക്കണം T1 ഒന്നാമത്തെ സമയം. T2 - T1 അതായത് 6 സെക്കൻഡ് കുറക്കണം 2 സെക്കൻഡ് 4 സെക്കൻഡ് സമയം. ഇനി ആദ്യത്തെ പ്രവേഗം തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ആദ്യ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ്. അതിനുശേഷം 6 സെക്കൻഡ് സമയം കൊണ്ട് അതെന്തായി 40 മീറ്റർ സെക്കൻഡിലേക്ക് എത്തി. അതിൻ്റെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യപ്രവേഗം v ആണ് 40 മീറ്റർ പെർ സെക്കൻഡ്. റെഡി? ഇനി നമ്മളോടുള്ള ചോദ്യം സ്ഥാനാന്തരം എത്ര? സ്ഥാനാന്തരം എന്ന് പറയുന്നത് s ആണ്. കണ്ടുപിടിക്കണമെങ്കിൽ ഈ യുവും വിയും ടിയും മാത്രം വെച്ചിട്ട് സ്ഥാനാന്തരത്തിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ മൂന്നാളുകളും ഉണ്ടെങ്കിൽ നമ്മൾ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. ഇതാ ഈ ചങ്ങായി, a = v - u/t. ഇനി സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള സമവാക്യം, നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ എന്നും പറഞ്ഞ് പഠിച്ച ഒരു സമവാക്യമുണ്ട്. s സമം എന്നും പറഞ്ഞിട്ടൊരു സമവാക്യം പഠിച്ചേ. s = ut + ½ at². ഈ സമവാക്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് s കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ ടി ഉണ്ട്, യു ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്. പക്ഷേ എൻ്റെ വില നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ വിലയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സമവാക്യം ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. റെഡി? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. വേണമെങ്കിൽ ആദ്യം ഈ സംഗതി ഇതൊക്കെ എഴുതി വെച്ചതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. നേരിട്ട് എന്ന് പറഞ്ഞിങ്ങനെ എഴുതി തുടങ്ങുന്നതിന് പകരം ഈ സമവാക്യം ഇല്ലേ, s = ut + ½ at² നിൻ്റെ ഇടയിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. a = v - u/t. v തന്നിട്ടുണ്ട്. v ഇതാ 40 മീറ്റർ പെർ സെക്കൻഡ്. 40 - 20/t എന്ന് പറയുന്നത് 4 സെക്കൻഡ്. 40 - 20/4. 40 20 പോയാൽ 20/4 എന്ന് വരും. 20/4 ചെയ്യുന്നത് അറിയാം. 20നെ 4 കൊണ്ട് ഹരിക്കാൻ 4 ഗുണപട്ടിക ചൊല്ലി നോക്കിയാൽ മതി. 5 എന്ന് കിട്ടും. 4 20. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണമല്ലേ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് സെക്കൻഡ് സ്ക്വയർ. അതാണ് ത്വരണം. നമ്മുടെ ചോദ്യം ത്വരണം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ സമവാക്യം ഒന്നുകൂടെ എഴുതുന്നു. s = ut + ½ at². ഇനി ഇവരൊക്കെ വില ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി. u തന്നിട്ടുണ്ട് 20 ഗുണിക്കണം t 4 സെക്കൻഡ്. അപ്പോൾ 20 × 4 പ്ലസ് അതിൻ്റെ ഇടയ്ക്ക് യൂണിറ്റൊക്കെ എഴുതി വെച്ചതിനെ കൊണ്ടാണ് ഇതിനിങ്ങനെ നീളം തോന്നുന്നത്. യൂണിറ്റിനെ തൽക്കാലം ഇവിടെ ഒന്നും നോക്കണം കേട്ടോ. 20 × 4 പ്ലസ് ഇതിനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് പ്ലസ് ½ at². അപ്പോൾ 1/2 ½ ഗുണിക്കണം നമുക്കിപ്പോൾ കിട്ടി 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ½ ഗുണിക്കണം 5 ഗുണിക്കണം t². 4ൻ്റെ സ്ക്വയർ എടുക്കാൻ മിക്കവരോടും വിട്ടു, ശ്രദ്ധിക്കണം. t² ആണ്. അപ്പോൾ 4². 20നെ 4 കൊണ്ട് ഗുണിച്ചാൽ 80. ഇനി ഈ ഭാഗത്തൊന്ന് ശ്രദ്ധിക്കാം. 1/2 ഗുണിക്കണം 5 ഗുണിക്കണം 4². 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. 16നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെട്ടാം. അംശത്തിലും ഛേദത്തിലും ഒക്കെ പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം.
മേലെയും താഴെയും 5ലും 2ലും നോക്കുമ്പോൾ പൊതുവായിട്ട് ആരും കാണുന്നില്ല. 5ലും 2ലും പൊതുവായിട്ട് ആരുമില്ല. പക്ഷേ 16ലും 2ലും പൊതുവായിട്ട് 2 ഉണ്ട്. അപ്പോൾ 2 കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കാം. 2 2ൽ എത്ര 2? ഒരു 2. 16ൽ എത്ര 2? 8 2. അപ്പോൾ 8/1 എന്നായി. 8/1 എന്ന് പറഞ്ഞാൽ 8 തന്നെ. ബാക്കിയെല്ലാം മനസ്സിലെ 8/1 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. പിന്നെ ബാക്കി ഒരു 5 ഇല്ലേ, 5 ഗുണിക്കണം 8, 8ന് 5 കൊണ്ട് വിളിച്ചാൽ 8 5 40. അപ്പോൾ 80 + 40 എന്ന് വരും. 80ഉം 40ഉം കൂടെ കൂട്ടിയാൽ 8 4 12. അപ്പോൾ 120 യൂണിറ്റ് വേണം. സ്ഥാനാന്തരമാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്, നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/s നിന്നും 16 മീറ്റർ/s എത്തുന്നു. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? നമ്മൾ സത്യം പറഞ്ഞാൽ നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെയാണ് ഇവിടെ 2 ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒന്നിച്ച് ചോദിച്ചതേ ഉള്ളൂ. സെയിം പരിപാടി. തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. ഈ കാറിൻ്റെ ആദ്യത്തെ പ്രവേഗം 6 മീറ്റർ/s. അപ്പോൾ U = 6 മീറ്റർ/s. ഈ കാറ് കുറേ നേരം സഞ്ചരിച്ചിട്ട് 16 മീറ്റർ/s എത്തി. അവസാനത്തെ പ്രവേഗം 16 മീറ്റർ/s, അതായത് അന്ത്യപ്രവേഗം V 16 മീറ്റർ/s. അതിനെടുത്ത സമയം ഇവിടെ തന്നിട്ടുണ്ട്. അതിനെടുത്ത സമയം 10 സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇനി നമ്മളോട് ആദ്യം ചോദിച്ച കാറിൻ്റെ ത്വരണം കണ്ടുപിടിക്കാനാണ്. ത്വരണം A = V - UT. തന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. V 16 - U 6/T 10. 16 6 കുറച്ചാൽ 10 10/10 എന്ന് വരും. 10/10 10/10 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 മീറ്റർ/s², 1 മീറ്റർ/s² ആയിരിക്കും ആൻസറായിട്ട് വരിക. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ഥാനാന്തരമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഇത്രയും സാധനത്തിൻ്റെ വിലയുണ്ട്. എൻ്റെ വിലയും നമ്മളിപ്പോൾ അവസാനം കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള സമവാക്യം S = UT + ½ AT². UT + ½ AT². ഈ സമവാക്യത്തിൽ നോക്കിയാൽ ഇപ്പോൾ U കയ്യിലുണ്ട്, T കയ്യിലുണ്ട്, A കയ്യിലുണ്ട്, T കയ്യിലുണ്ട്. ഇനി നമുക്ക് ഈ സമവാക്യം ഉപയോഗിക്കാം. നോക്കിക്കോ, S = UT + ½ AT². ഇവിടെ ഓരോന്നിൻ്റെയും വില കൊടുത്താൽ മതി. U 6 ആണെന്നും തന്നിട്ടുണ്ട്, T 10 ആണെന്ന് തന്നിട്ടുണ്ട്, പ്ലസ് ½ AT². മൊത്തം ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ½ ഗുണിക്കണം A നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് 1 മീറ്റർ/s². ½ ഗുണിക്കണം 1 ഗുണിക്കണം 10ൻ്റെ സ്ക്വയർ, AT² എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10ൻ്റെ സ്ക്വയർ നോക്കിക്കോ, 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 1/2 ഗുണിക്കണം 1 ഗുണിക്കണം 10ൻ്റെ സ്ക്വയർ 100. അരേന 1 കൊണ്ട് ഗുണിച്ചാൽ അര തന്നെ. അപ്പോൾ ½ ഗുണിക്കണം 100 എന്ന് വരും. ½ ഗുണിക്കണം 100 എന്ന് പറഞ്ഞാൽ 100ൻ്റെ പകുതി. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. എങ്ങനെയാണ്? മേലെയും താഴെയും പൊതുവായിട്ട് ആരും ഉണ്ടോ നോക്കുക. ഇവിടെ ആരുമില്ല. രണ്ടാമത്തെ 100ലും 2ലും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ട്, 2 ഉണ്ട്. 2ൽ എത്ര 2? ഒരു 2. 100ൽ എത്ര 2? 50 2. 50/1 എന്ന് വരും. 50/1 ഇൻറ്റു 1. 50/1 1 കൊണ്ട് ഗുണിച്ചാൽ 50 തന്നെ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് എന്ത് എഴുതാം? 50 എന്ന് എഴുതാം. ഇത് മൊത്തം 6നെ 10 കൊണ്ട് ഗുണിച്ചാൽ 60. അപ്പോൾ കൂട്ടണത്തിൻ്റെ ഇടത്തെ സൈഡിലുള്ളത് 60, വലത്തെ സൈഡിലുള്ളത് 50. 60ഉം 50ഉം കൂടെ കൂട്ടിയാൽ 6 5 11 0. 110 മീറ്റർ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടെ ഈ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലെങ്തായി പോവും. കുഴപ്പമില്ല, ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിൻ, അതിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി. യൂണിറ്റ് ഒക്കെ മാറിയില്ലേ? എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണക്കാക്കുക. സാധാരണ നമ്മൾ സമയം പറയൽ സെക്കൻഡിലും പ്രവേഗം പറയൽ മീറ്റർ/സെക്കൻഡിലൊക്കെയാണ്. പക്ഷേ ഇവിടെ മിനിറ്റിലും km/h തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിൻ പുറപ്പെട്ട് മുന്നോട്ട് പോവുക.
മുന്നോട്ട് പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രവേഗം നോക്കുമ്പോൾ 90 മീറ്റർ പെർ സെക്കൻഡായി, 90 കിലോമീറ്റർ പെർ അവറായി. അപ്പോൾ നിർത്തിയിട്ട ട്രെയിനിൻ്റെ പ്രവേഗം, ആദ്യത്തെ പ്രവേഗം u0 മീറ്റർ പെർ സെക്കൻഡ്, അവസാനത്തെ പ്രവേഗം v 90 കിലോമീറ്റർ പെർ അവർ. ശരി, അത് ശരിയാണ്. പക്ഷേ നമുക്ക് കണക്ക് ചെയ്യണമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കിട്ടണം. അപ്പോൾ 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 90 എന്ത് ചെയ്താൽ മതി എന്നറിയോ? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്ങനെയായി 5/18 വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള സംഗതി. എന്താ അത്? 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പെർ അവർ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 60, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റാണ്. 60 മിനിറ്റിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 ഗുണിക്കണം 60, 3600 സെക്കൻഡ്. അങ്ങനെയാണ് അടിയിൽ 3600 സെക്കൻഡ് വന്നത്. അപ്പോൾ 1000 ഹരിക്കണം 3600. ഇവിടെ നിന്ന് 0 ക്യാൻസൽ ചെയ്ത് 0 ക്യാൻസൽ ചെയ്ത് 10/36 എന്ന് വരും. അതിനെ വീണ്ടും ക്യാൻസൽ ചെയ്താൽ 10ൻ്റെ പകുതി 5, 36ൻ്റെ പകുതി 36നെ 2 കൊണ്ട് ഹരിച്ചാൽ 18. അങ്ങനെയാണ് ഈ 5/18 വന്നത്. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും ഈ വില മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 90 ഗുണിക്കണം 5/18 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 25 മീറ്റർ പെർ സെക്കൻഡ്. 25 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗമാണല്ലോ. അപ്പോൾ v = 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വേറെ തന്നിട്ടുണ്ടോ? സമയം തന്നിട്ടുണ്ട് 10 മിനിറ്റ് സമയം എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ മിനിറ്റിൽ ചെയ്യൂല. t = 10 മിനിറ്റ് എന്ന് എഴുതാം. 10 മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം? സെക്കൻഡിലേക്ക് മാറ്റണം. 10 മിനിറ്റ് എത്ര സെക്കൻഡാണെന്ന് അറിയാൻ വേണ്ടി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 × 60 = 600 സെക്കൻഡാണ് 10 മിനിറ്റ്. അത് എഴുതി വെക്കാം. t = 600 സെക്കൻഡ്. ഇനി ത്വരണം നമ്മുടെ ചോദ്യത്തിലേക്ക്, ഇനിയാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരണേ. ഇനി ത്വരണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. a = v - u/t. ഇനി ശ്രദ്ധിച്ചോ, v എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം. 90 എടുക്കരുത്. v നമുക്ക് കിട്ടിയത് 25 മീറ്റർ പെർ സെക്കൻഡ്. 25 മീറ്റർ പെർ സെക്കൻഡ് കുറയ്ക്കണം ആദ്യ പ്രവേഗം u 0. 25 കുറക്കണം 0 ഹരിക്കണം t 600 സെക്കൻഡ്. 25 കുറക്കണം 0 എന്ന് പറഞ്ഞാൽ 25 തന്നെ. അപ്പോൾ 25/600 എന്ന് വരും. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 1/24. എന്താ ചെയ്തതെന്നറിയാം? അത് വെട്ടിയതാണ്. മേലെയും താഴെയും പൊതുവായിട്ട് ആരാളെന്ന് നോക്കാം. ഇവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. മേലെയും താഴെയും പൊതുവായിട്ട് ആരാളെന്ന് നോക്കാം. 5 കാണുന്നുണ്ട്. 6 5 ഒരു 5. ഒരു 5 കഴിച്ച് ബാക്കി 1 ഉണ്ടാവും. 10ൽ എത്ര 5 എന്ന് വെച്ചാൽ 2 5. പിന്നെ 0 ഇല്ല. മേലെയോ 5 5 25. അപ്പോൾ ആൻസറിൻ്റെ കോലം മാറി. 5/120 എന്നായി. 5 ഇതെല്ലാം വായിച്ചാലുണ്ട്. 5/120 മാത്രം എഴുതാം. 5/120. ഇനി മേലെ എന്തായാലും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 5നെ വീണ്ടും കാണുന്നുണ്ട്. താഴെ എത്ര 5? 1ൽ 5 ഇല്ലാത്തതുകൊണ്ട് 12ൽ എത്ര 5? 2 5. 2 5 10. 12ലേക്ക് എത്താൻ 2 കൂടെ വേണം. അപ്പോൾ 2 ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചേക്കാം. 20. 20ൽ എത്ര 5? 4 5 20. മേലെ 5ൽ എത്ര 5? ഒരു 5. അപ്പോൾ 1/24 എന്ന് വരും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1/24 1/24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ത്വരണത്തിൻ്റെ യൂണിറ്റ് a = 1/24 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അവസാനത്തെ ലാസ്റ്റത്തെ ചോദ്യം. നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ പതിക്കുന്ന ഒരു വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുൻപ് അതിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെട്ടത്? നല്ലൊരു ചോദ്യമാണ്. നല്ലോണം ശ്രദ്ധിച്ചോ. നിശ്ചലാവസ്ഥയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ ഉയരത്തിൽ നിന്ന് ഒരു കല്ല് താഴോട്ടേക്ക് ഇട്ടു. താഴോട്ടേക്ക് പിടിച്ച് ഇറങ്ങുന്നതാണോ ഇട്ടാണോ എന്തോ ആട്ടെ, താഴോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എത്ര ഉയരത്തിലുള്ളതെന്ന് അറിയില്ല. എത്ര ഉയരത്തിലാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ വസ്തുവിനെ, ഈ കല്ലിനെ, വസ്തു കല്ലാണെന്ന് പറയുന്നില്ല, വസ്തു എന്നല്ലേ പറഞ്ഞത്, ഇതിനെ എടുത്ത് താഴേക്കിട്ടു.
നിലത്ത് തൊടുന്നതിൻ്റെ തൊട്ട് മുന്നേ, നിലം തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവേഗം 0 പോവും. നിലം തൊടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രവേഗം 20 മീറ്റർ/സെക്കൻഡാണ്. അപ്പോൾ തന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മുടെ കയ്യിലാണ് വസ്തു ഉള്ളത്. കയ്യിൽ ചുമ്മാ നിൽക്കുമ്പോൾ അതിന് പ്രവേഗമില്ല എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം u0. ഈ വസ്തു താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ത്വരണം, സമത്വരണം എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. 10 മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ ത്വരണം. ഇനി ഈ വസ്തുവിൻ്റെ അവസാനത്തെ പ്രവേഗം ഇവിടെ എത്തുമ്പോൾ, താഴെ എത്തുമ്പോഴുള്ള പ്രവേഗം, തൊട്ടില്ല എന്നുള്ള ആ പോയിന്റിലുള്ള പ്രവേഗം, അവസാനത്തെ പ്രവേഗം 20 മീറ്റർ/സെക്കൻഡ്. 20 മീറ്റർ/സെക്കൻഡ് v 20 മീറ്റർ/സെക്കൻഡ്. അത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമ്മളോടുള്ള ചോദ്യം, വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെട്ടത്? അതായത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഈ ഒരു പോയിൻറ്റും നമ്മുടെ വസ്തു ആദ്യം നിന്ന പോയിൻറ്റും ഏറ്റവും അടിയിൽ നിന്ന ആ ഒരു ബിന്ദുവും തമ്മിലുള്ള ആ ഉയരം, ഈ ഒരു ഭാഗം, സത്യം പറഞ്ഞാൽ ഇതിനെ ഉയരം എന്ന് വിളിക്കുന്നതിന്, എച്ച് എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നതാണ്. കാരണം വസ്തുവിൻ്റെ ആദ്യത്തെ സ്ഥാനം ഇവിടെയാണ്, അന്ത്യത്തിലുള്ള സ്ഥാനം, അവസാനത്തെ സ്ഥാനം താഴെ ഇവിടെ. അത് തമ്മിലുള്ള നേർരേഖാ ദൂരം, ഇതിനെയാണ് നമ്മൾ ഉയരം എന്ന് വിളിച്ച്. ഇത് തന്നെയാണ് സ്ഥാനാന്തരവും. അപ്പോൾ ഉയരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥാനാന്തരം കണ്ടുപിടിച്ചാൽ മതി. തന്ന കാര്യങ്ങൾ വെച്ച് സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലും സമവാക്യം കയ്യിലുണ്ടോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് വെച്ച് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ, സ്ഥാനാന്തരം എസ് ഉൾപ്പെടുന്ന ഒരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. v² = u² + 2as. v² = u² + 2as. ആ സമവാക്യത്തിലേക്ക് തന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. v² 20 ആണ്. 20ൻ്റെ സ്ക്വയർ പ്ലസ് u 0 ആയതുകൊണ്ട് u² വാല്യൂ 0 തന്നെയായിരിക്കും. അപ്പോൾ 0² പ്ലസ് 2as. 2 ഗുണിക്കണം a 10 ആണ്. എസ് തന്നിട്ടില്ല, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കി തന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400. 20ൻ്റെ സ്ക്വയർ 400 സമം 0 + 2 × 10. 0 + 2 × 10 ഫസ്റ്റ് ചെയ്യുക. 2 × 10 20 ആണ്. അതിൻ്റെ കൂടെ 0 കൂട്ടാം, ഒന്നും കൂട്ടണ്ട. 20 ഗുണിക്കണം എസ്. 400 സമം 20 ഗുണിക്കണം എസ്. 400 സമം 20 ഗുണിക്കണം എസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളിനെ സമത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒറ്റയ്ക്ക് കിട്ടണം. ഈ സമത്തിൻ്റെ ഇവിടെയാണല്ലോ എസ് ഉള്ളത്, തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ. ഈ ഗുണിക്കണം 20 ഗുണിക്കണം 20നെ ഈ സൈഡിലേക്ക് എടുക്കുക. ഹരിക്കണം 20 ആവും. നിലവിലിവിടെ 400 ഉണ്ട്. 400 ഹരിക്കണം 20 എന്ന് വരും. ഇവിടെ നിന്ന് 400 ഹരിക്കണം 20, ഈ സംഗതി ഇവിടെ പോയി കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ എസ് മാത്രം ഒറ്റക്കായി. അപ്പോൾ 400 ഹരിക്കണം എസ് സമം 400 ഹരിക്കണം 20 സമം എസ്. ഒന്ന് തിരിച്ചെഴുതിയാൽ എസ് സമം 400/20. 400നെ 20 കൊണ്ട് ഹരിക്കാൻ താഴെയുള്ള 2 0 വിട്ടുക. 40/2 എന്ന് വരും. താഴെ മേലെയുള്ള ഓരോ 0 വെച്ച് വെട്ടി 40/2. 40/2 എന്ന് പറഞ്ഞാൽ 40ൻ്റെ പകുതി. 40ൻ്റെ പകുതി 20 മീറ്റർ. നമ്മൾ കണ്ടുപിടിച്ചത് എസ് ആണ്. സ്ഥാനാന്തരം കണ്ടുപിടിച്ച ഈ സ്ഥാനാന്തരം തന്നെയാണ് ഇവിടെ ഉയരമായിട്ട് വരുന്നത്. നേർരേഖയിലല്ലേ ഒരു വസ്തു താഴേക്ക് പോവുക. അപ്പോൾ ഉയരം താഴെ എഴുതണം. ഉയരം സമം 20 മീറ്റർ. ആൻഡ് അത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വിലയിരുത്താമിലെ എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ആഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് ആക്കി പ്ലേലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യണം. പിന്നെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്